എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ലൈവ് ഉണ്ടായിരുന്നുണ്ട് എന്നൊരു ചെറിയ റീഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. റീഡിങ് ഇടാതിരിക്കാൻ മനസ്സ് വന്നില്ല, അതുകൊണ്ട് ഒരു കുഞ്ഞ് റീഡിങ് ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് പെട്ടെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് നിങ്ങളെ പ്രതി വേഴ്സസ് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ പ്രതി. ഓക്കെ, ഫീലിങ്സ് ഫോർ യു വേഴ്സസ് ഫീലിങ്സ് ഫോർ ഹിസ് ഓർ ഹർ തേർഡ് പാർട്ടി. ഓക്കെ ഓക്കെ, 2 സെറ്റ് കാർഡ്സ് എടുത്തിട്ട് അങ്ങനെ നോക്കാം. 2 പൈയിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുത്തിട്ട് ഓരോ സെറ്റ് ഓഫ് കാർഡ്സ് നിങ്ങൾക്കുള്ള ഫീലിങ്സ്, മറ്റേ സെറ്റ് കാർഡ്സ് അവർക്കുള്ള ഫീലിങ്സ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ടെൽ മീ എൻ്റെ വ്യൂവേഴ്സിനോടുള്ള ഫീലിങ്സ്, കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണെന്ന് കാണിച്ചു തരൂ പ്ലീസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ വരുന്നതൊന്നും നേരെ അങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കരുത് കേട്ടോ. കാർഡ് എടുക്കുകയാണ്. പേജ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്, ഓക്കെ, 10 ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, Hierophant, and bottom of the deck വന്നിട്ട് the sun. ഇത് നിങ്ങൾക്കുള്ള ഫീലിങ്സ് ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ തേർഡ് പാർട്ടിക്കുള്ള ഫീലിങ്സ്, ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഫീലിങ്സ് എന്താണ്, കറണ്ട് ഫീലിങ്സ് ഒന്ന് കാണിച്ചു തരൂ. Third party, feelings of my viewer's person towards his or her third party. King of Swords, 2 of Pentacles, 4 of Swords, Tower, 4 of Cups, Hanged Man, and 3 of Pentacles. 3 of Pentacles bottom of the deck ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുമ്പോൾ മേജർ എനർജി ആണ് അത് കാണിക്കുന്നത് കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ ഫീൽ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റിയാണ്, അത് നിങ്ങൾക്കുള്ള ഫീലിങ്സ് ആണ്, നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം എന്ന് അവർ കരുതുന്നുണ്ട്. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ അവരൊരിക്കലും ഹാപ്പിയല്ല. അതേപോലെ നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ഫാക്ടേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു മാരീഡ് പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവരുടെ ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇവർ സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എന്താ പറയുക, ഓവർ ആൻഡ് അബവ് മാരേജ്, വേറൊരു റിലേഷനിൽ പോയി പെട്ടാൽ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഇവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രഡീഷണലി കുറച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഇവർ. അപ്പോൾ അതും ആ ഒരു സമൂഹത്തിലുള്ളൊരു സ്ഥാനം വിട്ടുകൊടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ സ്നേഹം മനസ്സിൽ അടക്കി വെച്ചിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തുറന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരണം എന്നിവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് ഇവർ ആലോചിക്കുന്നത്. അതായത് ഒരു പുതിയ റൊമാൻറ്റിക് തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. അതാണ് നിങ്ങളോടുള്ള ഫീലിംഗ് കേട്ടോ. കൂടുതൽ കാർഡ്സ് ഞാൻ മറ്റേതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എടുക്കാം. എനർജി വന്നിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കേണ്ടത് അവരുടെ കറണ്ട് പാർട്ട്ണർ, അതായത് തേർഡ് പാർട്ടി ഇവരെ ഓവർലി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്.
അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രാധാന്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് രണ്ടുപേരും തന്നെ, അതായത് ഈ പാർട്ട്നേഴ്സ് രണ്ടുപേരും തന്നെ വളരെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ദേഷ്യത്തിലാണ്. ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്ക് തോന്നുന്ന വികാരം ദേഷ്യമാണ്. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. അവർ ഈ ഒരു റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെസ്സാണ് ഇവർക്ക്. കാരണം ഇവരുടെ പേഴ്സൺ അല്ല, ഈ തേർഡ് പാർട്ടി ഓവർ കൺട്രോളിംഗ് ആണ്. അത് ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അവർ തമ്മിലൊരു ടബ് മൂമെൻ്റ് ആണ് ഇപ്പോൾ. നേരത്തെ എന്ത് തരം ബന്ധമായിരുന്നു ഇവർ തമ്മിൽ നമുക്കറിയില്ല. അറ്റ് പ്രസൻറ്റ് ഇവർ അവരുടെ റിലേഷൻ ഒരു ടബ് മൂമെൻറ്റിൽ ഒരു തടസ്സത്തിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവരവിടെ ഒട്ടും ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നത്. അവർക്ക് അതിൽ നിന്ന് സ്റ്റക്കായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അവിടെ ടോട്ടലി സ്റ്റക്കായിട്ട് ഇവർ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇവർക്ക് അവിടെ നിന്ന് പുറത്ത് കടന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് പ്രബലമായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ഗിവ് മീ സം മോർ കാർഡ്സ് ഫോർ മൈ വ്യൂവേഴ്സ് ഡിവൈൻ. Give me some more cards for my viewers. Please give me some more cards for my viewers. Their person's feelings for them. പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ ഓൺലൈൻ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വെയർ അബൌട്ട്സ് അപ്ഡേറ്റ്സ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ അതെല്ലാം ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കാറുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം. 2 കാർഡ് മെസ്സേജിൻ്റെ വന്നിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് അയക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കേണ്ട മെസ്സേജസ് വരാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ആലോചനയിൽ തന്നെയാണ് ഇവരിയ്ക്കുന്നത്. ഈവൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം. കൂടുതലൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. സിറ്റുവേഷൻ എന്ത് തന്നെയായാലും ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരാം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാർഡ്സാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീല് ചെയ്യണം എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് കേട്ടോ. നിങ്ങൾ ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണ്. ഈ ലോങ് ഡിസ്റ്റൻസ് അവരെ ബോദർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട് കേട്ടോ. ഇവർ ഹൈലി ഇമോഷണലായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ്, ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രതി നല്ല ഫീലിങ്സ് തന്നെയാണ് ഇവിടെ കണ്ടത്. ഞാൻ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. Divine, give me some more cards for my viewers person's feelings towards their third party. ഇവിടെയും ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. നിങ്ങളുടെ പ്രസൻസ് റിലേഷൻഷിപ്പിൽ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മൂന്നാമതൊരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രസൻസ് ഇവരുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവർ ലോങ് ആയിട്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരും ഇവരുടെ തേർഡ് പാർട്ടിയും തമ്മിലും തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷനാണ് കാണുന്നത്. അതേസമയം ഒരു ഇമോഷണൽ ഗ്യാപ്പ് വന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഡിസ്റ്റൻസ് മൂലം വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഇമോഷണൽ ഗ്യാപ്പ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ചിന്തകൾ ഭയങ്കര ക്ലൗഡി ആയിട്ടാണ് കാണുന്നത്. ഇവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട് ഇവരുടെ തേർഡ് പാർട്ടിയുമായിട്ട്. പക്ഷേ ഇവരുടെ ചിന്തകൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത രീതിയിലുള്ള ചിന്തകളാണ് ഇവർക്ക് മനസ്സിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരൊട്ടും ഹാപ്പി അല്ല അവിടെ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇവരുടെ കടമയാണ് എന്നിവർ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ചിലപ്പോൾ ഇവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്, കുട്ടികളുണ്ടായിരിക്കാം. അതുകൊണ്ട് അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ പാരൻസ് ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അവിടെ അവരെ എടുത്തെറിഞ്ഞിട്ട് വരാൻ ഇവർക്ക് സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. ആ റെസ്പോൺസിബിലിറ്റി ആണ് എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്.
ചില നേരത്തെ കുറച്ച് ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് അങ്ങ് പോയാലോ എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടും ഇവരുടെ ലൈഫിലുള്ള തേർഡ് പേഴ്സൺ ഇവരെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടും ഇവർക്ക് അതിന് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരേ ഒരു കാർഡും കൂടെ എടുക്കാം, ലാസ്റ്റ് കാർഡ്. ഇവർക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇവരുടെ തേർഡ് പാർട്ടിക്കായിട്ട്. ഓക്കെ, അതുകൊണ്ട് ഇവരതിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുകയാണ്. ഈ തേർഡ് പാർട്ടിക്ക് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് ഇവർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇവരുടെ ഫാമിലിയിൽ. അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്കുള്ള ഫീലിങ്സും അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള ഫീലിങ്സും. ഓക്കെ, എത്ര പേർക്ക് റെസനേറ്റ് ആയെന്ന് എന്നോട് പറയൂ കേട്ടോ. ഇന്നിപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമൊക്കെ നിങ്ങളുടെ പേഴ്സണെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മെസ്സേജസ് കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഓൾറെഡി കുറച്ച് മെസ്സേജസ് എൻ്റെ ബൗളിൽ നിന്ന് ചൂസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. ഇതെല്ലാം തന്നെ ഇന്ന് വായിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒറാക്കിൾ കാർഡ്സിൽ നിന്നും 3-4 മെസ്സേജ് എടുക്കുക കേട്ടോ. ഓക്കെ, എടുക്കുകയാണേ. ഓ, ഐ ലവ് യു. നിങ്ങളുടെ അടുത്ത് ഐ ലവ് യു പറയാൻ ഉദ്ദേശിക്കുന്നു. സഡൻ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഒരു മെസ്സേജ് അവരുടെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്, അവർക്ക് നിങ്ങളെന്ന് ഇറുകെ ഹഗ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന്. സർപ്രൈസ്, ചിലർക്കെങ്കിലും ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഒരു സർപ്രൈസ് വിസിറ്റ് ആവാം, ഒരു കോൾ ആവാം, മെസ്സേജ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആവാം. ഐ വോണ്ട് ടു ബി വിത്ത് യു, അവർക്ക് നിങ്ങളുടെ ഒപ്പം ഇരിക്കാനാണ് ഇഷ്ടം. അവരുടെ ലൈഫ് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിംഗ്, നിങ്ങളുടെ ചിരി അവർക്ക് ഇഷ്ടമാണ്, എപ്പോഴും ചിരിക്കൂ എന്നാണ് പറയുന്നത്. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ ഇവർക്ക് ഇഷ്ടമാണ്. ഐ മിസ് യു, അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ മെസ്സേജസ് ആണല്ലോ ഇന്ന്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. 2ാമത്തെ പ്രാവശ്യമാണ് ഈ മെസ്സേജ് വന്നത് അല്ലേ. ഡു യു ലവ് മീ, നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. യു ആർ സോ പെർഫെക്റ്റ്, നിങ്ങൾ അവർക്ക് ലൈഫിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് അവർ പറയുന്നു. നിങ്ങൾക്ക് യാതൊരു ഫ്ലോസും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. നമ്പേഴ്സ് 2-11, ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സാജിറ്റേറിയസ്, ധനുരാശിക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, ഓക്കെ, നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ ഇവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. റീയൂണിയൻ, ചിലർക്കെങ്കിലും റീയൂണിയൻ വരുന്നുണ്ട്, അതായിരിക്കും സർപ്രൈസ് അല്ലേ. മാനിഫെസ്റ്റിംഗ് യു എന്ന് വെച്ചാൽ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്, അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങളെ. ഐ ഹാവ് മൂവ്ഡ് ഓൺ, ചിലർക്ക് കുറേ പേരെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റ്, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആണെന്ന് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സ്, നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്. യു ഹാവ് ചേഞ്ച്ഡ്, നിങ്ങളിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളുടെ പെരുമാറ്റത്തിലോ എന്തോ ഒരു മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്, ഇതും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആർക്കോ ആണ് നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്യാൻ പറയുകയാണ്. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, കൂടെ നിന്ന് ചതിക്കുന്ന ആരോ ഉണ്ട്, അവരെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. നമ്പേഴ്സ് 8, 17, 26, ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും.
യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെക്കാളും നല്ല ആളെ കിട്ടുമെന്ന്. ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. ഇവർ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ സ്നേഹം, പക്ഷേ ഇവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ദൂരത്തിൽ നിന്നായാലും. കമ്മിറ്റ്മെൻറ്റ്, ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു പ്രപ്പോസൽ ഒക്കെ വരുന്നുണ്ട്. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. ചിലരെങ്കിലും അൺഎക്സ്പ്രസ്ഡ് ലവ് ഒക്കെ ആണെങ്കിൽ അവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് സ്റ്റക്കാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യു ആർ മൈ ലക്കി ചാം. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. ഇതും ഒരു റെസ്പോൺസിബിലിറ്റിയിലൊക്കെ പെട്ട് കിടക്കുന്ന, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്ന ആരുടെയോ മെസ്സേജാണ്. അവർക്ക് ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഒറാക്കിൾ കാർഡ്സ് നിന്ന് 4-5 മെസ്സേജും കൂടെ ഞാൻ എടുത്തു തരാം. പ്ലീസ് ഗൈഡ് ഡിവൈൻ മെസ്സേജസ് ഫ്രം ദ പേഴ്സൺ. ഐ ആം ബ്ലോക്ക്ഡ്. നിങ്ങളവരെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണോ? ആണെങ്കിൽ ആലോചിക്കൂ, ബ്ലോക്ക് മാറ്റണോ? നിങ്ങൾക്കറിയാം അതിൻ്റെ റീസൺ, ആലോചിച്ച് ചെയ്യുക. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ചിലർക്കെങ്കിലും ആ ഒരു ഡെവിളിഷ് എനർജി കാണുന്നുണ്ട്. അഡിക്ഷൻസിലൊക്കെ അവർ പെട്ട് കിടക്കുകയാണെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിൽ ദിസ് പെയിൻ എവർ സ്റ്റോപ്പ്? അവർക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അൺഎക്സ്പ്രസ്ഡ് ലവ്ക്കാരുടെയാണ്. അവർക്ക് വിഷമം, പറയാൻ കഴിയാത്തതിലുള്ള വിഷമം ഒരുപാടുണ്ട്. മൈ ലൈഫ് ഇസ് എ മെസ് റൈറ്റ് നൗ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നവരാണ്. ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ട്രിഗേർഡ് മീ. നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കിട്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. ഐ ആം ദി മാൻ. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെയും വരാൻ ഇവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. വൈ ഡു ഐ ഫീൽ ദിസ് വേ? ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ഇവർ തന്നെ ചോദിക്കുകയാണ്. 2 കാർഡ് കൂടെ. ഓക്കെ, യു ഡിസേർവ് ബെറ്റർ. നേരത്തെ അവിടെയും വന്നിരുന്നു അല്ലേ, നിങ്ങൾക്കൊരു ബെറ്റർ പേഴ്സണെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഒരു ഒബ്സസീവ് തോട്ട്സ്, മാനിഫെസ്റ്റേഷൻ ഒക്കെയാണ് അവിടെ കാണുന്നത്. ലാസ്റ്റ് കാർഡ്, ഐ എം സ്കെയർഡ് ഓഫ് റിജക്ഷൻ. നിങ്ങൾ പ്രപ്പോസ് ചെയ്താൽ നിങ്ങളവരെ റിജക്റ്റ് ചെയ്യുമോ എന്നിവർ ഭയക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്ന് നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, പിന്നെ നിങ്ങൾക്കുള്ള മെസ്സേജസും കണ്ടു അല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുന്നവർ ദയവായിട്ട് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളിൽ ത്രൂ മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാനും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. എന്ത് തന്നെ ആയാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഒരു ചക്രം ഒരിക്കലും എപ്പോഴും താഴേക്ക് നിൽക്കില്ല, അത് കറങ്ങി മേലേക്ക് വരും അല്ലേ. അതുപോലെ നമ്മൾക്ക് എപ്പോഴും ഒരു കഷ്ടകാലം ആയിരിക്കില്ല, അത് കറങ്ങി തിരിഞ്ഞ് ഒരു നല്ല കാലത്തിലേക്ക് വരും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഡിവൈനെ ഉറച്ച് വിശ്വസിക്കുക. സ്വയം ഹീല് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മെഡിറ്റേഷൻസ് ചെയ്യുക നിർബന്ധമായിട്ടും. മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുക. ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ.